ആലപ്പുഴ ജില്ലയിലെ CPM സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള നിർണായക ജില്ലാ കമ്മിറ്റി യോഗം ഫെബ്രുവരി 8-ന്. ഇതേസമയം തന്നെ ജാതിമത സമവാക്യങ്ങൾ ഉയർത്തിക്കാട്ടി സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് സിറ്റിംഗ് MLA-മാർ. ആ സമ്മർദ്ദത്തിൽ സംസ്ഥാന നേതൃത്വവും വഴങ്ങാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പരാജയ സാധ്യതകൾ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അമ്പലപ്പുഴയിലെയും അരൂരിലെയും കാര്യം അതിൽ എടുത്തു പറയുകയും ചെയ്തു. എന്നാൽ ലാറ്റിൻ സമുദായത്തിൽ നിന്നുള്ള അരൂർ MLA ദലീമ ജോജോയെ മാറ്റിയാൽ അത് തീരദേശ മേഖലയിൽ തിരിച്ചടി സൃഷ്ടിക്കുമെന്ന പ്രചരണത്തിലൂടെ സീറ്റ് നിലനിർത്താനുള്ള ശ്രമം ശക്തമാണ്. സമാന രീതിയിൽ ജില്ലയിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിലെ ഏക MLA-ആയ H. സലാമിനെ അമ്പലപ്പുഴയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിലടക്കം സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതേസമയം സലാം ഒഴിവായാൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് മുൻ MP AM ആരിഫിനും ജനതാദളിൽ നിന്നും CPM-ലേക്കെത്തിയ ഷെയ്ഖ് P. ഹാരിസിനും CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബാബുജാനുമുള്ളത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ധീവരസഭയിൽ നിന്നുള്ള ജില്ലയിലെ ഏക പ്രതിനിധിയാണ്. കായംകുളത്ത് പ്രതിഭയെ ഇക്കുറി പരിഗണിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായെങ്കിലും ജില്ലയിലെ ഏക ഈഴവ പ്രതിനിധിയെ മാറ്റിയാൽ പകരം ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരാളെ പരിഗണിക്കാനും പാർട്ടി നിർബന്ധിതമാകും. ജില്ലാ സെക്രട്ടറി R. നാസറിന് ഈ സാഹചര്യം കായംകുളത്ത് പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ നൽകുന്നു. എന്നാൽ G. സുധാകരൻ, TM തോമസ് ഐസക്, CS സുജാത തുടങ്ങിയവരെ പരിഗണിക്കുന്നതിന് തടയിടാനും ജാതിമത കാർഡിലൂടെ സാധിക്കുമെന്നാണ് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ പ്രതീക്ഷ. എന്നാൽ 6 സിറ്റിംഗ് MLA-മാരുള്ള ആലപ്പുഴയിൽ CPM-ന് എത്ര സീറ്റ് നിലനിർത്താൻ ആകുമെന്ന ചിന്തയും പാർട്ടി നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുകയാണ്. ഫെബ്രുവരി 8-ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യങ്ങൾ കൂടി മുൻനിർത്തിയാകും ചർച്ചകൾ ഉണ്ടാവുക. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.